കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ പ്രഥമ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലത്തെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കന്നിക്കിരീടം സ്വന്തമാക്കി. 75 റൺസിനായിരുന്നു ഫൈനലിൽ ഏരീസ് കൊല്ലത്തെ തകർത്തുകൊണ്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ചൂടിയത്. ഇതോടെ KCL രണ്ടാം സീസണിൽ പുതിയ കിരീടാവകാശികളായി KBT ഉയർത്തിയ 182 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഏരീസ് കൊല്ലത്തിന് 106 റൺസിന് അവർ പുറത്താകുകയായിരുന്നു. KBTക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് തുടക്കം നൽകിയ വിനു മനോഹരും ഒടുവിൽ തകർത്തടിച്ച ആൽഫിൻ ഫ്രാൻസിസുമാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഏരീസ് കൊല്ലത്തിന് തുടക്കം മുതലേ ബാറ്റിംഗ് തകർച്ച നേരിട്ടതിനാൽ അവർക്ക് പിന്നീട് മത്സരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ അവസാനിച്ചപ്പോൾ റൺ വേട്ടയിൽ 479 റൺസുമായി ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാപ്റ്റനായ കൃഷ്ണപ്രസാദും വിക്കറ്റ് വേട്ടയിൽ 25 വിക്കറ്റുകളുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാൻഡ് താരമായ അഖിൽ സക്കറിയയുമാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ അവസാനിച്ചപ്പോൾ ടൂർണമെന്റിൽ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമായ സഞ്ജു സാംസനാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഫൈനലിൽ താരത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്ത്യൻ ടീമിനോടൊപ്പം ആയതിനാലാണ് താരത്തിന് ഫൈനൽ നഷ്ടമായിരിക്കുന്നത്. എന്നിരുന്നാലും ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും ഒപ്പം തന്നെ വ്യക്തിഗത സ്കോറും സഞ്ജുവിൻ്റെ പേരിൽ തന്നെയാണ്. 30 സിക്സറുകളാണ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും ഈ ഒരു ടൂർണമെന്റിൽ പിറന്നത്. സഞ്ജു നേടിയ 121 റൺസാണ് ടൂർണമെന്റിലെ ഏറ്റവും വലിയ മികച്ച വ്യക്തിഗത സ്കോർ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.